ആനയെ ലൈവായിട്ടാണ് ചെയ്തത്. ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്ത ആക്ടേഴ്സിൽ ഒരാൾ നമ്മുടെ ആനയാണല്ലേ? അതെ. ആ കോൾ ഷീറ്റ് ഒന്നും തെറ്റിക്കാതെ. കാര്യം നമ്മൾ മനുഷ്യരോടല്ലോ, മൃഗത്തോടാണ് സംസാരിക്കുന്നത്. സിനിമ അങ്ങനെയാണ്. സിനിമയെ നമ്മൾ വിടാതെ പിടിക്കുകയാണെങ്കിൽ സിനിമ ഏതെങ്കിലും ഒരു സമയത്ത് അത് റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ ആർട്ട് ഡയറക്ടർ പോയി ബാക്കിൽ ഞങ്ങൾ ടോർച്ച് വെപ്പം കുറച്ച് ദൂരത്തിൽ ആശ വന്ന് നിൽപ്പുണ്ട്, ഒറിജിനൽ കാട്ടാന. പക്ഷെ കൂടുതൽ ചട്ടകടിയാണ്. പിന്നെ ക്ഷണിക്കപ്പെടാതെ വന്ന ആനയൊക്കെ ഓടിയതുമാണ്. കാടുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആരോടാണ് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. കാടിനോടാണോ അതോ കാട്ടിൽ താമസിക്കാൻ എത്തുന്ന മനുഷ്യരോടാണോ? എല്ലാവർക്കും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സിനിമയുടെ അത്യാവശ്യം ടീമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സംവിധായകൻ എം എ നിഷാദ്, പ്രശാന്ത് ഏട്ടൻ, സരിത കുക്കു, സ്മിനി ചേച്ചി, ആൻഡമ്യ, വെൽക്കം. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇപ്പം ഈ ടൈറ്റിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഇപ്പം റീസെന്റ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മലയാള സിനിമകളിലെ ടൈറ്റിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ടൈറ്റിലാണ്. ആദ്യം തന്നെ അത് ചോദിക്കാം, എങ്ങനെയാണ് ഈ ടൈറ്റിലേക്ക് എത്തിയത്? എന്തുകൊണ്ടായിരുന്നു? ലേക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അത് പതിയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഏറ്റവും പിന്നെ ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിൽ പതിയിരിക്കുന്ന അപകടം പലതുമുണ്ട്. അപ്പോൾ പതി ഇരുന്ന് ആക്രമിക്കുന്നതുമുണ്ട്. ഈ ഒരു സിനിമ വരുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്, അതിൽ ബേസ് ചെയ്തിട്ടാണ്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ ലേക്ക് എന്നാണ്. അപ്പോൾ പതിയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പം മലയാളത്തിൽ അതുപോലെ ഒരു വേർഡ് കിട്ടാനില്ലാത്തതുകൊണ്ട് ലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസി കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. സിനിമയിലും ആ ക്യൂരിയോസിറ്റി സത്യസന്ധമായിട്ട് മേക്കിങ്ങിൽ, അപാര മേക്കിംഗ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സാധാരണ കാണുന്നതിന് രീതിയായിട്ട് വ്യത്യസ്തമായിട്ട് സിനിമ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിലെ കഥ പറഞ്ഞു പോവുകയാണ്. ആ വിഷയം കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ടൈറ്റിൽ അതിന് ഏറ്റവും ആപ്റ്റാന്ന് തോന്നിയിട്ടതാണ്. പ്രശാന്ത് ഏട്ടാ, യെസ്, നമ്മൾ എല്ലാ വർഷവും ഇതൊരു റുട്ടീനാണ്. ഇപ്പം നമ്മൾ എല്ലാ വർഷവും ഒരു ഇൻ്റർവ്യൂ എങ്കിലും നമ്മൾ ഇരുന്നിരിക്കും. അങ്ങനെ ഒരു റുട്ടീനാണ്. അപ്പം എന്താണ് ലർക്കിലേക്ക് വരുമ്പോൾ എന്താണ് ഈ സിനിമ, ക്യാരക്ടർ എന്താണ്? ഇപ്പം പാട്ടിപ്പോൾ കണ്ടു, അതിൽ പാട്ട് പാടിക്കൊണ്ടൊക്കെയുള്ള ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഒരു പാട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും കഥാപാത്രത്തിലേക്ക് കൂടുതൽ എത്തുമ്പോൾ? ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഇത് നിഷാദ് പറഞ്ഞല്ലോ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ഒരു നാടും ആ നാടിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നവും. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആരോടാണ് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. കാടിനോടാണോ അതോ കാട്ടിൽ താമസിക്കാൻ എത്തുന്ന മനുഷ്യരോടാണോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ അതേ ചോദ്യം തന്നെയാണ് സിനിമയും ചോദിക്കുന്നത്. അതിനകത്തെ പൊളിറ്റിക്സ്, ആരൊക്കെയാണ് ഇതിൽ. ഇപ്പം നിഷാദ് പേരിട്ടപ്പോൾ പറഞ്ഞില്ലേ, പതിയിരിക്കുന്നവർ, പതിയിരിക്കുന്ന അപകടം, പതിയിരുന്ന് ആക്രമിക്കുക. അപ്പം പതിയിരിക്കുക എന്ന് പറയുന്നത് പതിയിരിക്കുന്നിടത്ത് അപകടമുണ്ട്. അത് പ്ലാൻഡ് ആവാം, പ്ലാൻഡ് അല്ലാത്ത അപകടം ആവാം എന്ന് പറഞ്ഞതുപോലെ ഈ കഥയ്ക്കും ഈ സിനിമയ്ക്കും അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങളിലെ ഒരു കഥാപാത്രം, ഇയാളുടെ ഉത്തരവാദിത്വം ഇതാണ്. സരിത ചേച്ചി, എന്തായിരിക്കും ഈ സിനിമയെ പറ്റിയും കഥാപാത്രത്തെ പറ്റിയും പറയാനുള്ളത്? As the director said, it's about man animal conflict. So animal conflict, animal എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി കാട്, അത്ര ഏരിയ. സോ കാട്, ഹിൽ പ്ലേസസ്, അവിടെ ജോലി ചെയ്യുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നാട്ടും പുറത്തുള്ള മനുഷ്യന്മാർ മേ ബി മൈഗ്രേറ്റഡ് ആയിരിക്കാം. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു തമിഴൻ ക്യാരക്ടർ, തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബട്ട് ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന് ഇവിടെ സെറ്റിലായിരിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ഒരു തോട്ടത്തിൽ തേയില ഇത് എന്താ പറയുന്നത്, അതെ, നുള്ളുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സോ അവരവിടെ ആ നാട്ടിൽ ഉണ്ടാവുന്ന പല ഇഷ്യൂവിൻ്റെ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വോട്ടെവർ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിസ്റ്റം ആൻഡ് സൊസൈറ്റിയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്ന പല വോയിസസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വോയിസ്. അതാണ് എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാൻ തോന്നിയിട്ടുള്ളത്. സ്മിനി ചേച്ചി, എന്തായിരിക്കും ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? എൻ്റെ കഥാപാത്രം തന്നെ. അപ്പൊ കഥാപാത്രത്തെ പറ്റി തന്നെ പറയാം. ഞാൻ ഇതില് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളോ
ഉയർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അതാണ് എൻ്റെ ഇതിനകത്തെ കഥാപാത്രം. ഒരുപാട് ഇഷ്ടമുള്ള ചെയ്ത കഥാപാത്രങ്ങൾക്ക് ഓരോന്നിനും, ഇതുവരെ ചെയ്ത കഥാപാത്രത്തിന് എല്ലാം ഓരോ വേഷങ്ങളാണെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഇത് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഇതിനകത്തും എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. രമ്യയുടെ കഥാപാത്രം എന്താണ് ഇതിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ ഇതുവരെ എൻ്റെ സിനിമാ ജീവിതത്തിന് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ഞാൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ റിലീവ് ചെയ്യുന്നില്ല. സാമൂഹിക പ്രവർത്തകയാണ്. അങ്ങനെ അത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. ഇപ്പം നിഷാദിക്കയുടെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു, ഈ കഴിഞ്ഞ സിനിമകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ മാർക്കറ്റിംഗ് രീതികൾ കാരണം സിനിമ കയറാതെ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പം സംവിധാനത്തിൻ്റെ കൂടെ തന്നെ പ്രൊഡക്ഷനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ മാർക്കറ്റിങ്ങിൽ ഇതുപോലെ വേറെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, ഈ സിനിമ ഞാനിപ്പം ഇത്തരമൊരു ഇഷ്യൂ, ഈ ഒരു ഇഷ്യൂ നമുക്ക് ചുറ്റും നടക്കുന്നതാണ്. പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ പകലായിരുന്നു, കർഷക ആത്മഹത്യയെ പറ്റിയായിരുന്നു. സോഷ്യൽ കോഴ്സസ് അഡ്രസ്സ് ചെയ്യുന്ന സിനിമകളാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കൊമേഴ്ഷ്യലായിട്ടൊരു സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും സമൂഹത്തോട് സംവേദിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം നിർബന്ധമുണ്ട്. എൻ്റെ ഒരു സിനിമ ചിന്തകൾ അങ്ങനെയാണ്. വെറുമൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ മാത്രം ചെയ്യാതെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂവും കൂടി എനിക്കത് സപ്പോർട്ടീവായിട്ട് വേണമെന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമ ലേക്കിൽ താങ്കൾ മാർക്കറ്റിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് മുമ്പ് പറയേണ്ടത് ഇത് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥരുടെ പോയിന്റ് ഓഫ് വ്യൂ. ഷിജിമോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്രശാന്ത് ചെയ്യുന്നത്. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഒരു സിസ്റ്റത്തിൻ്റെ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുടെ, പിന്നെ ബ്യൂറോക്രാറ്റ്സിൻ്റെ, സാധാരണ തൊഴിലാളികളുടെ, ആ വന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ, മൃഗങ്ങളുടെ എല്ലാം പോയിന്റ് ഓഫ് വ്യൂ ചേർത്തില്ലെങ്കിൽ ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് മേർജ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയാണ്. ഈ സിനിമ എന്തുകൊണ്ട് ജനങ്ങൾ കാണണം എന്നുള്ളത്, ഒരു സിനിമ കൊണ്ട് ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു സിനിമ കൊണ്ടൊരു തോട്ട് പ്രോസസ്സിൻ്റെ തുടക്കം നൽകാൻ പറ്റും. ഇപ്പോൾ ഈ ലേക്ക് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി എനിക്കുൾപ്പെടെയുള്ളവർക്ക് അക്ലമേഷൻ കിട്ടി. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഹൂ ഇസ് ദ റിയൽ പ്രൊഡക്റ്റർ എന്നുള്ളതാണ്. അത് സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ കണ്ടിട്ട് ആളുകൾക്ക് അവരുടെ ഇങ്ങനെ പോലെ ചെയ്യാം, പക്ഷേ ദർ ഇസ് എൻ എൻഡിങ് ഫോർ എവരിത്തിങ്. അത് ആ സിനിമയിൽ നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാനൊരു OTT മെറ്റീരിയലാക്കി മാറ്റാൻ ഇത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത് പിന്നെ ഡോൾബി അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽ, പ്രത്യേകിച്ച് ആനയെ ലൈവായിട്ടാണ് ചെയ്തത്. ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്ത ആക്ടേഴ്സിൽ ഒരാൾ നമ്മുടെ ആനയാണല്ലേ? കോൾ ഷീറ്റൊന്നും തെറ്റിക്കാതെ വളരെ കറക്റ്റായിട്ട് ചെയ്തു. പക്ഷെ അതൊരു എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാര്യം നമ്മൾ മനുഷ്യരോടല്ലോ, മൃഗത്തോടാണ് സംസാരിക്കുന്നത്, അവരെ കൊണ്ടാണ് അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ TG രവിചേട്ടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്ത ബിന്ദു പ്രതിഭ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ആ ഒരു അവരുടെയൊക്കെ ഒരു ലൈഫ് ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ പലരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് നൂതനമായ ആശയങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. പക്ഷേ ഐസ് ഓൺ ദ പ്രേ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സോങ് കേരളത്തിൽ ആദ്യമായിട്ട് AI-യിലൂടെ ജാസി ഗിഫ്റ്റ് അതിനകത്ത് പാടിയിട്ടുണ്ട്. ജുബിൻ ജേക്കബാണ് അതിൻ്റെ നമ്മൾ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. പ്രകാശ് അലക്സ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതൊരു ഇംഗ്ലീഷ്, എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു സംഭവം വന്നു വെച്ചാൽ അതിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട്, കുറച്ച് അപ്ലോസ് കിട്ടിയിട്ടുണ്ട്. വിനു വിക്രമൻ പിള്ള എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് അത് AI സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു മാർക്കറ്റിംഗ് ടൂളാണോ എന്ന് ചോദിച്ചാൽ ആണ്, തന്ത്രമല്ല. ഇതിനകത്ത് തന്ത്രമില്ല. ഇതിനകത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ ജെനുവിനായിട്ടുള്ള ലേക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് പറയാൻ ഞാനും എൻ്റെ സഹതാരങ്ങളും നിൽക്കുന്നത്. ഞാൻ ഇതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പിവറ്റൽ റോൾ ഞാനുണ്ട്. ജയറാം കല്യാൺരാമൻ എന്ന് പറഞ്ഞൊരു ഡാർട്ട്, ഒരു ഫോറസ്റ്റ് സർജൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഈ കാട്ടിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സ്മിനുവിനൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സരിതയ്ക്ക് എനിക്കും പ്രശാന്തിനും ഒക്കെ നല്ല അട്ടടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ രമ്യക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ തന്നെ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ വലിയ ഇതില്ലല്ലോ. പക്ഷേ എല്ലാ കഥാപാത്രങ്ങളും, ഈ ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്.
അത് സമൂഹത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇത് 90%. നമുക്ക് പരിചിതമല്ലാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. ആ കഥാപാത്രങ്ങൾ നമുക്ക് അത്ര പരിചിതമല്ല. അവരെയും കൂടി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അനാവരണം ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പം പ്രകാശേട്ടനാണല്ലോ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങൾ ചേട്ടനും അനിയനും ഒരേ സിനിമയിൽ ആക്ടറായിട്ടും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു റാപ്പ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഈ പ്രയാസം ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, വിളിച്ചത് ഒരിക്കലും അല്ല. ഒരിക്കലല്ല. ഞാനൊന്ന് ഇന്റർപ്രറ്റ് ചെയ്തോട്ടെ. ഇന്റർപ്രറ്റ് അല്ല, ഞാനൊന്ന് അതായത് ഈ പ്രകാശിനെ ഒരു കാരണവശാലും പ്രശാന്ത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇത് കോമഡിയാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഒരു സീൻ വന്നപ്പോൾ പ്രശാന്തിൻ്റെ ഒരു സീൻ അതിമനോഹരമായി പ്രശാന്ത് പെർഫോം ചെയ്തൊരു സീനുണ്ട്, ഇമോഷൻ ഇതൊക്കെയാണ്. അപ്പോൾ അതിലെനിക്ക് മ്യൂസിക് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താണ് ഇത് ചെയ്യാത്തത്? അപ്പോൾ അവരുടെ ചിരിച്ച് നെപ്പോട്ടിസം, ഞാൻ നെപ്പോട്ടിസം മര്യാദയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ചേട്ടന് വേണ്ടി ഞാൻ ഇനി കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അത് മ്യൂസിക് ഇല്ലാതെ തന്നെ ആ ആക്ടർ നന്നായി അത് പെർഫോം ചെയ്തു. പക്ഷെ പ്രകാശ് അത് എൻഹാൻസ് ചെയ്തു ആ മ്യൂസിക്കിലൂടെ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, പ്രശാന്ത് ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അല്ല, റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നിഷാഖ് ഒരു ദിവസം എന്നെ വിളിച്ചിങ്ങനെ പറയുമായിരുന്നു പ്രകാശാണ് മ്യൂസിക്. അപ്പോൾ ഇവർ അവനെ പരിചയം പോലും ഞാൻ ചോദിച്ചില്ല. പിന്നെ അവൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടല്ലോ, അവൻ സ്വന്തമായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പം പ്രകാശ് ഇന്നാണോ? ആണല്ലേ? ആ, ഇപ്പൊ പുതിയ പടത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ ടെക്നീഷ്യൻ ആക്ടർ ഇൻവോൾവ്മെന്റ് ലൊക്കേഷന് വരുന്നില്ല. പിന്നെ നമുക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഫൈനലോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ഒരു അഭിപ്രായം അറിയാൻ പറ്റും. അവിടെ നിന്ന് അറിയാം പരിപാടി എങ്ങനെയുണ്ട്. അങ്ങനെയാണ് പ്രകാശ്. ഈ പറഞ്ഞ പ്രകാശ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു, പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടം, രാത്രി പകലാക്കി ഇരുന്ന് പണിയെടുക്കുന്ന ആളാണ്. ഇപ്പൊ പുള്ളി ആരോഗ്യ പരിപാലനത്തിലും കുറച്ച് ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പൊ കൃത്യമായ ടൈം ടേബിൾ ഒക്കെ ആയി ലൈഫിന്. അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ രാത്രി ഫുൾ നൈറ്റ് ഒക്കെ ഇരുന്ന് ദിവസങ്ങളോളം വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ. ഇപ്പം പക്ഷെ കൃത്യമായിട്ട് പകൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ട് പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന് രാത്രി പോകണമെങ്കിൽ പുള്ളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പിന്നെ പോകത്തുള്ളൂ. മറ്റേ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പ്രകാശും ആക്ച്വലി പ്രകാശിൻ്റെ ടാലൻറ്റിനനുസരിച്ചുള്ള റെക്കഗ്നീഷൻ ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് സിനിമ അങ്ങനെയാണ്. സിനിമയെ നമ്മൾ വിടാതെ പിടിക്കുകയാണെങ്കിൽ സിനിമ ഏതെങ്കിലും ഒരു സമയത്ത് അത് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ അതിലേക്കുള്ള യാത്രകളാണ് എല്ലാവർക്കും അതുപോലത്തെ സിനിമകളൊക്കെ. യെസ്. ഇപ്പൊ ഇതില് നേരത്തെ പറഞ്ഞല്ലോ കാട്ടിനുള്ളിലെ ഷൂട്ടിങ്ങും അതിന്റെ അനുഭവങ്ങളുണ്ടല്ലോ, കുറച്ച് അട്ടകടിയൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുവരെ ഇപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്തിട്ടുണ്ട്. കാട്ടിലെ ഒരു ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാടിൻ്റെ ഇപ്പോൾ കാട് എന്ന് നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ആയിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും ആ പ്രിമൈസ് നമ്മുടേതായിട്ട് മാറുകയാണ്. നമുക്ക് കാടാണോ ഇതാണോ എന്നുള്ള ശ്രദ്ധ പോലും നമ്മൾ മറന്നു പോകും. നമ്മൾ ലൊക്കേഷനിലേക്ക് ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ രീതി അതാവണമെന്നില്ല. ആക്ടേഴ്സ് സെറ്റായി കിടക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ചെല്ലുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെറ്റിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ കാട്ടിലോട്ടാണ് ചെല്ലുന്നത് എന്നുള്ള രീതിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ സെറ്റിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ കാടാവുമ്പോൾ നമ്മൾ മാക്സിമം ഭയക്കുന്നത് പാമ്പിനെയൊക്കെയാണ്. പാമ്പുണ്ടാവും, പക്ഷെ ഒരുമാതിരിപ്പെട്ട പാമ്പുകളൊന്നും ആളനൊക്കെ ഉള്ളിടത്തോട്ടൊന്നും വരാറില്ല. പിന്നെ അബദ്ധത്തിൽ വല്ലതും വന്നാലോ അത് ആദ്യം ലൊക്കേഷനിലെത്തുന്ന ആൾക്കാർക്കാണ് ഇതുകൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മളെന്തായാലും സെറ്റ് ക്രൂ എല്ലാം എത്തി 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയല്ലേ നമ്മളെത്തത്തുള്ളൂ. അന്നേരത്തിന് പാമ്പുകളൊക്കെ അതിൻ്റെ പാല് വഴിക്ക് പോകും. പിന്നെ ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ടുള്ള ശല്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. നമ്മുടെ ഷൂട്ടിങ് മിക്കപ്പോഴും കാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഷൂട്ടിംഗ് ഇത് 6 മണിക്കൊക്കെ തന്നെ 5:30 6 മണിക്കൊക്കെ തന്നെ വൈൻഡപ്പ് ചെയ്ത് കയറുവാണ്. പിന്നെയുള്ള ശല്യം എന്ന് പറയുന്നത് ഈ മഴ സീസൺ ആയിരുന്നുകൊണ്ട് അട്ടയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ പോലീസ് ഓഫീസർ ആയിരുന്നുകൊണ്ട് എനിക്ക് ഷൂവും സോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നുകൊണ്ട് ഷൂവും സോക്സും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്ര ശല്യമില്ല. ഇവർക്കൊക്കെ മൂപ്പര് ഡാർട്ട് എക്സ്പേർട്ടാണ്. അപ്പൊ പുള്ളി അതിനേക്കാളും വലിയ ബൂട്ടായിട്ടേക്ക് എന്നാലും ശരിക്കും കടിച്ചു. കാര്യം നിഷാദയുടെ വയറ്റത്തൊക്കെ കടിച്ചു. അതാണ് വയറിനൊക്കെ അട്ടക്കറി ഭയങ്കര അറിയത്തില്ലേ? അട്ട കടിച്ച കുറെ ദിനം കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, ചോര പിടിക്കുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ പോകാനും ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാനേജ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഈ ചിലര് ഈ ഉപ്പൊക്കെ ഇട്ട് മാറ്റാനൊക്കെ ശ്രമിക്കും. മറ്റേ ഒച്ചു പോലെ. അട്ടയടി ശരിക്കും നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലീച്ച് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലീച്ചിന്റെ അടുത്ത് കണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് ചോര എടുത്തിട്ട്
ഇത് ഈ അശുദ്ധ രക്തമാണ് എടുത്ത് കളയുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് എന്നെ അട്ടടിച്ചാൽ ഞാനത് വീർക്കുന്നവരെ കാത്തിരിക്കും. ഞാൻ പാനിക് ആവാറില്ല. നോർമലി അങ്ങനെയാണോ? നോർമലി പാനിക് ആവാറില്ല. നമ്മൾ വലിച്ചു പറിച്ച് കളയുമ്പോഴൊക്കെയാണ് ഇതിന്റെ കൊമ്പ് അതിൻ്റെ അകത്തിരിക്കും, പിന്നെ എല്ലാ വർഷവും അവിടെ ചൊറിഞ്ഞടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓ അങ്ങനെ വരുമല്ലേ? നമ്മൾ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. അത് നമുക്ക് സഹായമാണ് അത് ചെയ്തു തരുന്നത്. പിന്നെ ഇത് ഫുൾ വീർത്ത് ഇത് താഴെ വീണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്നതോടുകൂടി ആട്ടയെ മരിക്കും. പിന്നെ അതിന്റെ ശരീരത്തിൽ നിന്ന് 100,000 എണ്ണം വീണ്ടും വരും. അപ്പോൾ ശരീരത്തിൽ നിന്ന് അത്രയും അശുദ്ധ രക്തം പോകുന്നെങ്കിൽ പോട്ടെ, ഒരുപാട് വരും. ഇതിപ്പോൾ എന്ന് ചിന്തിച്ച് ഞാൻ അതിനെ വലിയതായിട്ട് പാനിക് ചെയ്യാറില്ല. പക്ഷെ സ്ത്രീകൾ പൊതുവെ ഇതിനെ കാണുമ്പോഴത്തേന് ഒരു പേടി വരും. പുലിയെ കണ്ട മാതിരിയാ നിലവിളിക്കണ്ട ഓടുന്നത്. അങ്ങനെയായിരുന്നോ? ഇല്ലില്ല, സരിതയ്ക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് നിലവിളിച്ചില്ലെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ബോധം പോയ പിന്നെ അങ്ങനെ നിലവിളിക്കും. രവിചേട്ടന്റെ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ ആരുടെ വീട്? ടി ജി രവിചേട്ടന്റെ വീട് ഷൂട്ട് ചെയ്യുന്നത് ആനത്താരയുള്ള ഒരു സ്ഥലത്ത്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആന വന്ന ഒരു ആന അടുത്തുവരെ വന്നു. ആന അതായത് രവിചേട്ടനുണ്ട്, ആ വൈഫായിട്ട് അഭിനയിക്കുന്ന ബിന്ദു ഉണ്ട്. ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ. രാത്രിയായി. നേരത്തെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അത് നമ്മൾ അകത്ത് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കിന് ഈ ആന ചൂരുണ്ടല്ലോ, ഒരു ഭയങ്കര വൃത്തിയുടെ സ്മെല്ലാത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്പോട്ട് എഡിറ്ററും എനിക്കത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ ആർട്ട് ഡയറക്ടർ പോയി ബാക്കിൽ ഞങ്ങൾ ടോർച്ച് വെച്ചപ്പം കുറച്ച് ദൂരത്തിൽ ആശ വന്ന് നിൽപ്പുണ്ട്, ഒറിജിനൽ കാട്ടാന. പിന്നെ അപ്പം തന്നെ ലാസ്റ്റ് ഷോട്ടായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അപ്പൊ എടുത്തോണ്ടിരുന്ന ലാസ്റ്റ് ഷോട്ടാക്കി ഷോട്ട് കാര്യം റീചാർഡിനൊക്കെ അല്ലേ ഓടിക്കൊണ്ടിരുന്നത്. കാറിനകത്ത് കയറിയിട്ടോ ബാക്കപ്പ് പറഞ്ഞു. ആനയ്ക്ക് അറിയത്തില്ലല്ലേ ആനയ്ക്കറിയാം. ആരോ ഒരു ഭാഗം തീർന്ന് നമ്മുടെ ഡിബേറ്റൊക്കെ തീരും, നമ്മുടെ ജാടകം തീരും, എല്ലാം തീരും. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഒരു സിമിലർ ഇതിന്റെ ഒരു കുറച്ച് പോർഷൻസ് കാടിന്റെ അകത്ത് കുളത്തുപുഴ പോയി ചെയ്തിരുന്നു. കുളത്തുപുഴ കാടിന്റെ അകത്ത് അവിടെ ഈ പിന്നെ കേഴയും പാമ്പും വലിയ ഇതുണ്ട്. അത് എന്ത് പാമ്പാന്ന് അറിയത്തില്ല, മോട്ടാണെന്നോ തോന്നുന്നു. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ കൂടുതൽ ഈ അട്ടകടിയാണ്. പിന്നെ ക്ഷണിക്കപ്പെടാതെ വന്ന ആനയൊക്കെ ഓടിയതുമാണ്. നല്ല ലൊക്കേഷൻ, നല്ലൊരു മെമ്മറീസ് ഉണ്ടതുകൊണ്ട് ഓർത്തിരിക്കാനായിട്ടല്ലേ. അങ്ങനെ ഒരു ഗുണമാണ്. എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി. അതായത് ഞാൻ നിഷാദക്കയുടെ ആദ്യത്തെ പടം ഒരു അന്വേഷണത്തിന്റെ തുടക്കം. അത് ഞങ്ങൾ എവിടെല്ലാം ഷൂട്ട് ചെയ്തു. കോട്ടയത്ത് ഷൂട്ട് ചെയ്തു, കുട്ടിക്കാനം ഷൂട്ട് ചെയ്തു, വാഗമൺ ഷൂട്ട് ചെയ്തു, പൊള്ളാച്ചി ചെങ്കോട്ട ഷൂട്ട് ചെയ്തു, കുറ്റാലം, പഞ്ചാബ്. അപ്പൊ അതിലൊക്കെ എത്തുന്നേ ഉള്ളൂ. പിന്നെ പഞ്ചാബ് ഷൂട്ട് ചെയ്തു, ബോംബെ ഷൂട്ട് ചെയ്തു, ദുബായ് ഷൂട്ട് ചെയ്തു. അതുപോലെ ഇപ്പൊ ലർക്കിന് നമ്മള് കുട്ടിക്കാനവും വാഗമണുണ്ട്. അത് 2 സ്ഥലങ്ങളിൽ നിർത്തിയല്ലേ? അല്ല, കുളത്തുപുഴയിൽ പോയി. കുളത്തുപുഴ ഷൂട്ടുണ്ട്. അതിന് തണുപ്പുണ്ടായിരിക്കും, ചൂടുള്ള സമയം ഷൂട്ട് ചെയ്തു. ഏറ്റവും ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത് എല്ലാവർക്കും അല്ലേ? പക്ഷെ അവിടെ അല്ല, അവിടെ ചൂടല്ല, ഞാൻ താഴെ മറ്റേ ഹിൽ സ്റ്റേഷൻ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇതില് കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം സൈജു ചേട്ടൻ ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ എത്താൻ പറ്റിയില്ല. ബാക്കി ഇവിടെ ഉള്ളവരും സൈജു കുറുപ്പ്, അജു വർഗീസ്, മഞ്ജു പിള്ള, ടി ജി രവിചേട്ടൻ, അനുമോള്, ബിജു സോപാൻ, ബിചേട്ടൻ, സോഹൻ സിൻലാല്, ജാഫർ ഇടുക്കി, വലിയൊരു പിന്നെ പ്രവാസികളായ 3 പേര് ഇതിനകത്തുണ്ട്. ഫിറോസ് അബ്ദുള്ള, ബിജു കാസിം, നീത മനോജ്, ഷീജ പക്കപ്പാടി. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അഖിൽ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്. എങ്ങനെയായിരുന്നു അപ്പൊ ഈ കാസ്റ്റിങ്ങിലോട്ട് എത്തിയത്? കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സിനിമകളിൽ പ്രശാന്തും സരിതയൊക്കെ ഒരു നിറസാന്നിധ്യമാണ്. സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാസ്റ്റ് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒരു സ്പേസൊക്കെ ഇടും. കാര്യം അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. എന്നിട്ട് ഇപ്പോൾ രവിചേട്ടൻ പിന്നെ എൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി പകലാണ്. അതും ഇതേപോലെ സോഷ്യൽ പൃഥ്വിരാജ് നായകനായ ഒരുപാട് അക്ലമേഷൻ കിട്ടിയത്. അത് കർഷക ആത്മഹത്യയെ പറ്റി. അതിൽ ജോസഫ് എന്ന ക്യാരക്ടർ ആക്ച്വലി കഥാപരമായി അദ്ദേഹത്തിൻ്റെ കഥയാണത്. ഏത് രവിചേട്ടൻ. അതിനുശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം എൻ്റെ സിനിമയിൽ പിന്നെ വരുന്നത്. യൂസഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പേര്. ഒരു കോയിൻസിഡൻസ് ആണ് പേര് ഇങ്ങനെ തോന്നുന്നു. പക്ഷേ ഒരു ഗംഭീര പെർഫോമൻസ്. രവിചേട്ടന് വളരെ ഇമോഷണലി ഒക്കെ ചില സീക്വൻസ് ഒക്കെ പിന്നെ സിനിമയെ ഭയങ്കരമായിട്ട് ഈ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടി ജി രവി സാറിന്റെ അങ്ങനെ ബാക്കി കാസ്റ്റ് സൈജു ചേട്ടൻ ഇവരൊക്കെ ബാക്കി എല്ലാവരുടെയും ഇപ്പൊ സൈജുവിന്റെ പിന്നെ ഒരു മിനിസ്റ്റർ ക്യാരക്ടറാണ് KPR എന്ന് പറയുന്നത്. വളരെ ഫോർവേഡ് തിങ്കിങ് ഉള്ള
പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചുള്ള, കാര്യം ഇന്നത്തെ കാലത്ത് എന്ത് വേണമെന്ന് ചിന്തിക്കുന്ന അപ്ഗ്രേഡഡും അപ്ഡേറ്റഡുമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സൈജുവിൻ്റെ. പ്രശാന്തിൻ്റെ ക്യാരക്ടർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ്, ഷിജുമോൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അയാളുടെ മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരാളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഫോറസ്റ്റ്, എല്ലാ ജില്ലകളിലും ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടെങ്കിലും കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റ് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്നത്. കാര്യം അവര് ചെകുത്താനും കടലിനും ഇടയിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. കാര്യം മൃഗങ്ങൾ ഒരു വശത്ത്, അവരെ സംരക്ഷിക്കപ്പെടണം. മൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ മനുഷ്യരെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ആളുകളാണെങ്കിലും എൻ്റെ സിനിമയിൽ അതിനൊരു പോസിറ്റീവ് അപ്രോച്ചാണ്. സരിതയുടെ ക്യാരക്ടർ സെൽവി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ബേസിക്കലി തമിഴിലാണ്, പക്ഷെ ഇവിടെ സെറ്റിലാണ്. ഒരു തൊഴിലാളി സ്ത്രീയുടെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായിട്ട് ഫെമിനിച്ചി ഫാത്തിമയിൽ അഭിനയിച്ച കുമാർ, നല്ല ആക്ടറാണ്. അയാൾ നന്നായിട്ട് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അയാൾ ചെയ്തു. സ്മിനുവിൻ്റെ ക്യാരക്ടർ, സ്മിനു എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ശോശാമ നൈനാൻ എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, അബദ്ധത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ പിന്നെയും ചില ടെസ്റ്റുകളുണ്ടോ? അപ്പോൾ പിന്നെ സ്മിനുവിൻ്റെ പിന്നെ ഇത് പ്രതിപക്ഷ നേതാവായിട്ട് ജാഫറിൻ്റെ ക്യാരക്ടർ. രമ്യ പണിക്കറിൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ കഥാപാത്രമാണ് വേദ എന്നുള്ള ക്യാരക്ടറാണ്. മുത്തുമണി ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. മുത്തുമണി ഒരു ഡോക്ടറുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സുധീർ കരമ ഒരു നല്ല കാര്യം. പിന്നെ പ്രശാന്ത് മുരളിയും രമ്യ പണിക്കറും ബിജു കാസിമും കൂടി അവരുടെ ഒരു പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് അത് ആ ഒരു ക്യാരക്ടർ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രവിചേട്ടൻ്റെ വൈഫ് ബിന്ദുവിൻ്റെയും കഥാപാത്രം സോഹൻ സീനുലാൽ അവിടെ ഒരു 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 തങ്കച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ നീതാ മനോജ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച അവരൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും മഞ്ജു പിള്ളയുടെ കഥാപാത്രം സിസ്റ്റത്തിന് ഇതായിരുന്നു. ശില്പ എന്ന് പറയുന്ന ഒരു കളക്ടറുടെ ക്യാരക്ടറാണ്. അനുമോളാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. അനുമോളുടെ ശ്രീലക്ഷ്മിയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പം സ്ത്രീപക്ഷ സിനിമകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് ലർക്കിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. എല്ലാവർക്കും അതിന് ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിന്റെ ചാലക ശക്തികൾ സ്ത്രീകളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇപ്പം നേരത്തെ ബിജു സോപാനത്തിന്റെ ക്യാരക്ടറുണ്ട്. ബിജു സോപാന ഇന്റർവ്യൂ കാണുമ്പോൾ മാനസികമായി തകർന്ന് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാനില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ബിജു സോപാന ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിറോസ് അബ്ദുള്ള DFOയുടെ ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ഒരു ലക്കി ആർട്ടിസ്റ്റ് ഉണ്ട്, വിജയ് മേനോൻ. ആ ചേട്ടനും അതിനകത്ത് ഒരു പിന്നെ CCFൻ്റെ ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് സജി സോമൻ, ഒരു വൈദികൻ്റെ വേഷമാണ് ചെയ്യുന്നത് സജി സോമൻ. അപ്പോൾ ഇനി രജു ശിവദാസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളൊരു MLAയുടെ ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ടോ തോന്നല്ലേ? മിക്കവാറുള്ള എല്ലാവരും ഇത്രയും ഇങ്ങനെ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും അവരുടേതായ റോളുകൾ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വന്യജീവി വിഷയങ്ങളെ പറ്റി അധികം അങ്ങോട്ട് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല നമ്മൾ. ഇപ്പം നിഷാദിക്കയുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളോടും എപ്പോഴും റിയാക്ട് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ്. എന്നാൽ ഈ വിഷയത്തെ പറ്റി സംസാരിച്ച് കണ്ടിട്ടില്ല. അത് ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് ഈ സിനിമയ്ക്ക് ശേഷം അതൊരു ചർച്ചയാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കുമോ? ആ ഇൻറ്റൻഷൻ തന്നെയായിരുന്നു. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു പോസ്റ്റേ ഇട്ടുള്ളൂ. ഒരു പത്രവാർത്തയിൽ നിന്നാണ് ഈ കഥ എനിക്കുണ്ടാവുന്നത്. അത് മണ്ണാർക്കാട് എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഒരു കാട്ടാനയുടെ ആക്രമണം കൊണ്ട് ഒരാളുടെ ജീവിതം മുഴുവൻ തകർന്നു പോവുകയാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് ഈ പകൽ ചെയ്യുമ്പോൾ കർഷകൻ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങ് വിദർഭയിൽ മാത്രമല്ല, കേരളത്തിൽ വയനാട് പോലും അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വിശപ്പകറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി. 2005 കാലഘട്ടമായി പറയുന്നത്. അന്ന് തലക്കെട്ട് വാർത്തകളായിരുന്നു, കർഷകൻ ജീവനൊടുക്കി, അല്ലെങ്കിൽ ഒരു കർഷകൻ കൂടി ജീവനൊടുക്കി. പിന്നീട് വാർത്ത അകത്ത പേജിലായി, പിന്നെ ചരമക്കോളത്തിലായി, പിന്നെ വാർത്ത വരാതായി. ആ സമയത്താണ് ഞാൻ സിനിമയിലൂടെ അത് വീണ്ടും ചർച്ചക്കെടുക്കുന്നത് പകൽ.
അന്ന് ശ്രീ ബി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം ആദ്യമായിട്ട് കാണാൻ വന്ന സിനിമ മുഖ്യമന്ത്രി ആയ ശേഷം അതിനൊരുപാട് ക്രിട്ടിക്കൽ അക്ലമേഷൻ കിട്ടിയ സിനിമയായിരുന്നു. എനിക്കും പേഴ്സണലി എൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ള ഇതിൽ ഇന്നും ഞാൻ അറിയപ്പെടുന്ന പകൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം നഗരം ചെയ്യുമ്പോഴും നഗരമാലിന്യങ്ങളെ പറ്റിയുള്ള സിനിമയാണ്. ഓരോരുത്തരും ഒരു സോഷ്യൽ ആയുധത്തിൽ പോലും അതിനകത്തുണ്ട്. വൈരത്തിൽ പെൺമക്കളുള്ള ആയിരക്കണക്കിന് മാതാപിതാക്കന്മാർക്കുള്ള മെസ്സേജാണ്. റെസ്റ്റ് ഓഫ് ലക്ക് അയച്ചു ബേക്ക് ഒരു സിനിമ പോലും ഈ മെസ്സേജ് ഇല്ലാതെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സിനിമ വന്നപ്പം ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ പിന്നെ വന്യജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരിക. ഈ കർഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ പല രീതിയിലുണ്ട്. ഈ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, തൊഴിലാളികൾ പിന്നെ ഈ പ്ലാന്റേഷൻ രംഗത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് ഇത് സിറ്റിയിലിരിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ പട്ടണത്തിലും ഈ വന്യജീവികൾ ഇറങ്ങി തുടങ്ങി എന്നുള്ള വളരെ അലാമിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഈ ആന പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മൃഗങ്ങൾക്ക് ബുദ്ധിബോധവും ഇല്ല. ആന വന്ന് പിന്നെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, അരി തിന്നുകൊണ്ട് പോവുക. അതിന് പേരെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായ നാടായത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച വിനോദ് കടാമംഗലവും സന്ധ്യ മനോജും വീണ സജികുമാറൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ അത്തരം ആളുകളെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. ആനയ്ക്കും ബസ്സിനും വരെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായ ഒരു നാട്ടിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പിന്നെ മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നതെന്നും എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിനൊരു ചോദ്യമുണ്ട്. അത് ഈ സിനിമയിൽ വളരെ വ്യക്തമായി പല രീതിയിൽ പറയുന്നുമുണ്ട്. ഇപ്പോൾ ഈ കാട്ടുപന്നികളുടെ ശല്യം പ്രളയത്തിന് ശേഷമാണ് ഇത്രയും കൂടുതൽ വന്നത്. കൃഷിയിടങ്ങൾ മുഴുവൻ കർഷകൻ്റെ നശിപ്പിക്കുക. അതിന് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? അജിക്ക് സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ ഗവൺമെൻറ്. സർക്കാരിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാര്യം ആനയ്ക്കറിയില്ലല്ലോ മന്ത്രിസഭ മാറിയത് എന്നാണ് പുതിയ വരവകുപ്പ് മന്ത്രി. ശരിയാണ്, പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ നമ്മളൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തണം. ഈ സിനിമ അങ്ങനെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒന്നും പറയുന്നില്ല. ഇതാണ് സ്ഥിതി, ആ സ്ഥിതി അലാമിങ് ആണ് എന്നുള്ളത് കാണിക്കുന്നു മാത്രം. പിന്നെ ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നവരുണ്ട്. അത് ഏത് തരത്തിലും സിസ്റ്റത്തിൻ്റെ ഭാഗത്താണെങ്കിൽ എന്തായാലും ചൂഷണം ചെയ്യുന്നവരുണ്ട്. പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഒന്ന് പൊളിച്ചു കാണിക്കാനും അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇപ്പം സിനിമകൾ ഇപ്പം ഇതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് തരുന്നൊരു സിനിമയാണല്ലോ. അതുപോലെ തന്നെ ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഈ രണ്ട് സിനിമകൾ അല്ല എല്ലാവരോടുമാണ് നോട്ടം അങ്ങോട്ട് എല്ലാവരോടാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അപ്പം ഈ സിനിമകളുടെ ഈ ഒരു ഡിഫറൻസ് പെർഫോം ചെയ്യുന്നതിൽ വരാറുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാ കഥാപാത്രം ഇപ്പം പ്രശാന്തിൻ്റെ അല്ലെങ്കിൽ സൈജുവിൻ്റെ ഒഴിപ്പിച്ച മഞ്ജു ഒക്കെ സീസൺഡ് ആണ്. ഇവരങ്ങനെ അല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്താണെന്നൊരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഞാനത് പറയുകയും അതവർ ഉൾക്കൊള്ളുകയും അത് മനോഹരമായി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഒരുപക്ഷെ അവർക്ക് എങ്ങനെയാണെന്ന് മറുപടി പറയണമെന്ന് അവർക്ക് അറിയില്ല. ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ക്യാരക്ടർ നിലയിൽ നമുക്കൊരു ക്യാരക്ടറിനെ കിട്ടിയാൽ അത് എങ്ങനെയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പം പിന്നെ കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വരുന്നില്ല. അല്ല, അത് മാത്രമല്ല ഇപ്പോൾ സ്മിനുവൊക്കെ ചങ്ങനാശ്ശേരി തിരുവല്ല ഭാഗത്തും കുറച്ചും കൂടി പത്തനംതിട്ടയായിട്ടൊക്കെ കിടക്കുമ്പോൾ ആ ഭാഗത്തുള്ള വിഷയങ്ങൾ ഈ കാട്ടുപന്നി ശല്യമൊക്കെ അവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള രമ്യ പണിക്കർക്ക് മാത്രമേ ഉള്ളൂ ഈ ഇഷ്യൂ ഒന്നും ഇല്ല. കുറച്ച് അട്ടടികൾ കൊണ്ടുവരത്തേ ഉള്ളൂ. പക്ഷേ ഒരുപാട് എഫേർട്ട് എടുത്തു. ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ആക്ഷനിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ മനോഹരമായി പെർഫോം ചെയ്തു. ആക്ഷൻ സീക്വൻസുകളുണ്ടോ ഇതില്? എങ്ങനെയുണ്ടായിരുന്നു? അട്ട വരുമ്പോ ആന വരുമ്പോ ആക്ഷൻ തന്നെയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ ഒക്കെ ചെയ്തപ്പോ? ആക്ഷൻ അതാ ഉദ്ദേശിച്ചത്? ആണോ? ഓടിയന്റെയാണ്. ആക്ഷൻ എന്നൊക്കെ എനിക്ക് എടുത്തു പറയാൻ പറ്റും. വെറുതെ നാടിക്കാണ് പോകണല്ലോ. അതൊക്കെ കോഴ്സ് ഉണ്ട്, അതൊരു ആക്ഷൻ. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് എനിക്ക് വരെ ചെയ്യിക്കില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ചെയ്യാൻ പറ്റി ഡയറക്ടർ എനിക്ക് അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് കറക്റ്റായിട്ട് ഓരോ സീനേക്കരെ ചെയ്യുമെന്നോട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി. നന്നായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കും. നന്നായിട്ട് മാത്രം എല്ലാവരും നന്നായിട്ട് ചെയ്തു. പിന്നെ
എന്നെ അത്ഭുതപ്പെടുത്തി രമ്യ. പക്ഷേ ഡബ് ചെയ്തത് ഉമാ നായരാണ് അല്ലേ? ഉമാ നായരാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് അത് ഡബിങ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ കുറച്ചും കൂടി ഒന്ന് നന്നായി വന്നു. വന്നു. അപ്പം 24-ാം തീയതി സിനിമ ഇറങ്ങുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? ഇത്രയും പറഞ്ഞൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് കാണണം എന്നുള്ളതും കൂടെ ഒന്ന് പറയും. അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ടാണ് ലൊക്കേഷൻസ് അതുപോലെ തന്നെ ടെറൈൻ നമ്മൾ ഫിക്സ് ചെയ്തത് അങ്ങനെയാണ്. അതിനകത്ത് കൊമേഴ്ഷ്യൽ ഇപ്പം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു സൗഹൃദ സദസ്സിലുണ്ടാകുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ഒട്ടും ഡ്രൈ ആക്കാതെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യസന്ധമായി ഈ സിനിമ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഒരിക്കലും ഒരു മേക്കിങ്ങിൻ്റെ ഓഹോ പറയുന്നൊരു സിനിമയൊന്നുമല്ല. കാര്യം ഞാൻ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിന് വേണ്ടതും അത് ശരിക്കും കൺവേ ചെയ്യണം. സാധനം എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തണം. എല്ലാ വിഭാഗം പ്രേക്ഷകരും ഒരു തവണയെങ്കിലും കാണണമെന്നൊരു ആഗ്രഹത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 12ാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. ഓരോ സിനിമയും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അക്ലമേഷനും കിട്ടിയിട്ടുണ്ട്, അല്ലാതെ നല്ല വിമർശനവും കിട്ടിയിട്ടുണ്ട്. രണ്ടും ഒരുപോലെ സ്വീകരിക്കും. അപ്പോൾ എന്തായാലും ജൂലൈ 24-ാം തീയതി എല്ലാവർക്കും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്തായാലും നമുക്ക് 24-ാം തീയതി തിയേറ്ററിൽ വെച്ചിട്ടും കാണാം. അന്ന് അവിടെ നിന്ന് ഒരുമിച്ച് തന്നെ കണ്ട് എന്തായാലും ഉണ്ടാവും. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിജയമാവട്ടെ, ഒരുപാട് ചർച്ചകൾക്ക് വഴി വയ്ക്കുന്ന ഒരു സിനിമ ആകട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you so much.